കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യം നിലനിൽക്കെ തുടർന്ന ദേശീയപാത നിർമ്മാണം നഗരസഭാ ഭരണ നേതൃത്വം നിർത്തിവെപ്പിച്ചു. ഉയരപ്പാത വിഷയത്തിൽ KC വേണുഗോപാൽ MPയുടെയും മന്ത്രി M ലിജുവിന്റെയും ഇടപെടലിൽ നടപടികൾ മുന്നോട്ടു പോകുമ്പോൾ അന്തിമ തീരുമാനം വരും വരെ യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തരുതെന്ന് നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിലെത്തിയ സംഘം കരാറുകാരോട് ആവശ്യപ്പെട്ടു. UDF യൂത്ത് കോൺഗ്രസ് നേതാക്കളും പങ്കെടുത്തു. കായംകുളത്ത് ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് തൂണിന്മേലുള്ള ഉയരപ്പാത നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കായംകുളം നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള സംഘം ദേശീയപാത നിർമ്മാണം നിർത്തിവെപ്പിച്ചു. നിർമ്മാണ സ്ഥലത്തേക്ക് രാവിലെ 11 മണിക്ക് നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള സംഘം എത്തുകയായിരുന്നു. ഉയരപ്പാത നിർമ്മിക്കുക എന്നതിനുള്ള അന്തിമ തീരുമാനം വരുന്നതുവരെ യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തരുതെന്ന് നഗരസഭാ ചെയർമാൻ ശരത് ലാൽ ബെല്ലാരിയുടെ നേതൃത്വത്തിലുള്ള സംഘം കരാറുകാരോട് ആവശ്യപ്പെട്ടു. തുടർന്ന് നിർമ്മാണത്തിന് ഉപയോഗിച്ച വാഹനങ്ങളെയും അനുബന്ധ മെഷീനുകളെയും മറ്റും നിർമ്മാണ സ്ഥലത്ത് നിന്ന് മാറ്റാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇവിടെ എലിവേറ്റർ ഡ്രൈവ് കൊണ്ടുവരണമെന്ന് ഉള്ളത്. അതുകൊണ്ടാണ് മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ ഭരണം കയറിയിട്ട് പോലും ഫസ്റ്റ് അജണ്ട എലിവേറ്റർ ഡ്രൈവിക്ക് വേണ്ടി ഞങ്ങൾ വെച്ചത്. ഇപ്പം വീണ്ടും ഇവിടെ പണി തുടങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ പണി നിർത്തി വെക്കണം. കാരണം നമ്മൾ ഈ കാര്യത്തെപ്പറ്റി മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചപ്പോൾ മിനിസ്റ്ററും MPയും എല്ലാം കൂടെ സംസാരിച്ച് ഒരു തീരുമാനത്തിൽ എത്താമെന്നാണ് പറഞ്ഞത്. അപ്പോഴും നമ്മൾ വിശ്വസമിതിയെ വിളിച്ച് പറഞ്ഞപ്പോഴും അവർ പറയുന്നു പണി നിർത്തി വെക്കാൻ പറ്റത്തില്ലെന്നാണ് അവരുടെ ഇതിൽ നിന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് സമരമായിട്ട് മുന്നോട്ട് വന്നത്. ഇപ്പോൾ ഈ മണ്ണ് കൊണ്ട് ഇവിടെ ഇറക്കിയിട്ട് പോലും ഈ ഊറ്റിൽ ഇറങ്ങിയിട്ട് ഇവിടെയുള്ള വീടുകളിലെല്ലാം ഉപ്പുവെള്ളം കുടിക്കേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പടിഞ്ഞാറൻ മേഖലകളിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാൽ ജനങ്ങളാകെ ബുദ്ധിമുട്ടിലാവും വലയും. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഈ പണി ഇവിടെ വെച്ച് നിർത്തി വെക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മിനിസ്റ്ററുമായിട്ട് ആലോചിച്ചതിന് ശേഷം പറയാം. ദേശീയപാതയിൽ ഷഹിദാർ പള്ളി മുതൽ ടെക്സ്മോ ജംഗ്ഷൻ വരെ ഉയരപ്പാത വേണമെന്ന് കായംകുളത്തെ ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി നഗരസഭയിൽ UDF ഭരണത്തിൽ വന്ന ശേഷം പ്രഥമ കൗൺസിലിൽ തന്നെ ആദ്യ അജണ്ടയായി വിഷയം കൊണ്ടുവന്നു. ഇതനുസരിച്ച് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ KC വേണുഗോപാൽ MPയോടും സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി M ലിജുവിനോടും കൗൺസിൽ തീരുമാനവും ജനകീയ ആവശ്യവും ഉന്നയിക്കുകയും ചെയ്തു. ഇരുവരും ഉയരപ്പാത വിഷയത്തിലുള്ള പ്രാരംഭ നടപടികളിലേക്ക് കടന്നിട്ടുള്ള സാഹചര്യത്തിൽ അതിന്റെ തീരുമാനം വരുന്നവരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുതെന്നാണ് ആവശ്യപ്പെട്ടതെന്ന് കൗൺസിലർമാർ പറഞ്ഞു. കൗൺസിലർമാരായ CS ബാഷ, ഹസൻ കോയ, ബിജു നസറുള്ള, വള്ളിയിൽ റസാഖ്, അസിം നാസർ, കാവിൽ നിസാം, സോളമൻ റൊസാരിയോ, കരുവിൽ നിസാർ, പ്രമീള ബാബുരാജ്, അനിത മുട്ടാണിക്കൽ, മഹാലക്ഷ്മി, സിന്ധു എന്നിവരും അഡ്വക്കേറ്റ് H ബഷീർകുട്ടി, ഷുക്കൂർ വഴിച്ചേരിൽ, അഫ്സൽ പ്ലാമൂട്ടിൽ, ഹാഷിം സേട്ട്, സാജിദ് ഷാജഹാൻ, ആസിഫ് സെലക്ഷൻ, അമീൻ ഉവൈസ്, ഹാരിസ് കണ്ണമ്പള്ളി, ആദർശ് മഠത്തിൽ, ഷാനവാസ് എന്നീ യൂത്ത് കോൺഗ്രസ് UDF നേതാക്കളും സ്ഥലത്തെത്തി. CDNet ന്യൂസ്, കായംകുളം.